സിന്ധു എം എസ് നമ്മൾ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വന്ന നിർദ്ദേശങ്ങൾ അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്? എൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് മാതൃമരണം തന്നെയാണല്ലോ. ഈ ഇന്നത്തെ ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പോലും മാതൃമരണം നിരക്ക് വളരെ കുറവാണെങ്കിൽ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇത് തീർച്ചയായും തടയിടേണ്ടത് തന്നെയാണ്. ഒരു കാരണവശാലും ഈ റീസെൻ്റായിട്ട് നടന്ന 2 മാതൃമരണങ്ങളിലും പിന്നെ മരിക്കാതെ രക്ഷപ്പെട്ട പല കേസുകളിലും പ്രധാന വില്ലനായി നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അക്യൂപങ്ക്ചർ ചികിത്സാ രീതിയാണ്. അക്യൂപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് പ്രസവ വേദനയെ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതല്ലാതെ ഒരു ലേബർ കെയർ അല്ലെങ്കിൽ ഡെലിവറി കെയറിന് അക്യൂപങ്ക്ചർ ചികിത്സ ഉപയോഗിക്കാമെന്നുള്ളത് ഇതുവരെ എനിക്ക് അനുഭവവേദ്യമായിട്ടില്ല. ഡോക്ടർ ലാലിന് അതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാമായിരിക്കുന്നു. കാരണം ധാരാളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഡോക്ടറാണല്ലോ. അപ്പോൾ ഈ സെഡ് അക്യൂപങ്ക്ചറിസ്റ്റുകൾ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, അക്യൂപങ്ക്ചർ നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. ഇനി അഥവാ ഇങ്ങനെ പ്രസവിക്കണം എന്നുള്ളവർക്ക് അക്യൂപങ്ക്ചർ സേവനം ആവശ്യമുണ്ടെങ്കിൽ അതൊരു ഡോക്ടറുടെ ഗൈഡൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേദനയില്ലാതെ പ്രസവിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഡെലിവറി ഫാസ്റ്റർ ആക്കാനോ അവർക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് അവരുടെ ശരീരത്തിന് കുറച്ചുകൂടെ ബെറ്റർമെൻറ്റ് വരുത്താനോ ഒക്കെ സഹായിക്കുമായിരിക്കാം. നമ്മൾ തന്നെ പ്രസവം കഴിഞ്ഞ് എല്ലാ പെൺകുട്ടികളും ആയുർവേദ ചികിത്സ എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അവർ പ്രസവത്തിന് നമ്മളുടെ അടുത്ത് തന്നെയാണ് വരാറ്. അപ്പോൾ ശരീരം ഒന്ന് നന്നാക്കണം എന്നുള്ളത് കൊണ്ട് ആയുർവേദ ചികിത്സ അവരെടുക്കുന്നുണ്ട്. പക്ഷേ യാതൊരു ദോഷവും അവർക്ക് ആ ചികിത്സ കൊണ്ടുണ്ടാകാറില്ല. അതുപോലെ തന്നെ ഇവർക്ക് അക്യൂപങ്ക്ചർ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ ട്രെയിൻഡ് ഡോക്ടർ നിങ്ങളുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന അസസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കാനും അറിയുന്നവരുടെ മുന്നിൽ വന്ന് പ്രസവിക്കുക. യാതൊരു കാരണവശാലും ഇങ്ങനെയൊക്കെ കുപ്രചരണങ്ങൾ നടത്തുന്നവരുടെ വലയിൽ വീഴാതിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്യൂബ് ചാനലുകൾ ചികിത്സിക്കുന്നത് നിർത്തേണ്ടത് ഒരു നിയമം മൂലം കൊണ്ടുവരിക തന്നെ വേണം. കാരണം ഡോക്ടർമാർ പറയുന്നത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. ഇതുപോലുള്ള യൂട്യൂബ് ഡോക്ടർമാർ പറയുന്നതാണ് ആൾക്കാർക്ക് കേൾക്കാനും താല്പര്യം. അതെങ്ങനെയെങ്കിലും അതിനും കൂടി ഒരു വ്യവസ്ഥ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്.